അന്ന് തന്നെ നിങ്ങൾ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടപ്പോ എനിക്ക് അഭിനയിച്ച പോലെയാണ് ഫീൽ ചെയ്തത്. സത്യം പറയാലോ, അങ്ങനെയല്ലേ അപ്പൊ? നിനക്കത് മനസ്സിലാക്കാൻ പറ്റിയടാ, എന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റി. സത്യം സത്യം സത്യം. അപ്പൊ അങ്ങനെ എനിക്ക് അപ്പൊ നിങ്ങൾ എന്നെ ഒരു പിടിച്ചോണ്ട് അപ്പൊ ആ രീതിയിൽ ഞാൻ പേടിച്ച് പേടിച്ചാണ് വിളിച്ച് സംസാരിക്കാൻ. അപ്പൊ ഞാൻ ബാബുസാന്റെ അടുത്ത് ചോദിച്ചാന്ന്. അപ്പൊ ബാബുസാൻ പറഞ്ഞു അണ്ണ അങ്ങനെയൊന്നും അല്ല, അണ്ണന് ഗേൾസ് എന്നൊക്കെ വെച്ചാൽ അണ്ണൻ ചാടി വീഴും. അപ്പൊ അങ്ങനെ പുള്ളിക്കാരിക്ക് അങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരുടെ പേരെന്തായിരുന്നു? ടീലെന്തോണ് തുടങ്ങണത്? പേര് മറന്നുപോയി. താമരയാ? കേക്കാം. ഇപ്പൊ അപ്ഡേറ്റ് ടീനാണ് തുടങ്ങണത് ബ്രോ. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. മറന്നുപോയി. കേട്ടിണ്ടാ? അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഞാൻ ഒരു തവണ അങ്ങനെ ഒരു കുട്ടീനെ കണ്ടായിരുന്നു. ആണല്ലേ? നീ എന്തായാലും എനിക്ക് പറ, നിന്റെ കൂട്ടുകാരനുള്ള ഉപദേശം ഞാൻ കൊടുക്കാം. എനിക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരനുള്ള ഉപദേശമായിട്ട് ഞാൻ ഈ നമ്പറിൽ വിളിക്കാം. ഓക്കെ ബ്രോ, എന്നെ ഇവിടെ ഒന്ന് പറഞ്ഞാൽ ഞാൻ വരാം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ വേറെ പണിയൊന്നുമില്ല. ബ്രോ ഫ്രീ ആണോ? ഞാനും വരാം. അല്ല, ഇപ്പൊ ഞങ്ങളൊരു ഗ്യാങ് സിറ്റുവേഷൻ ആണ്. ഗ്യാങ് സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഞാൻ മെയിലിൽ വിളിക്കാത്തത്. എനിക്ക് വയ്യേ. ഓക്കെ ബ്രോ, അത് കഴിഞ്ഞിട്ട് വിളിച്ചാ ഞാൻ ഇവിടെ വിളിക്കാം. ഓക്കെ ശരി ബ്രോ. ഏണി അല്ലാതെ ഒരു 10 മിനിറ്റ് നോർമൽ രീതിയിൽ സംസാരിക്കാനെങ്കിലും കുറച്ചു പേരുണ്ടല്ലോ. അതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. ഒരു കാര്യം ചെയ്യ്. ഒരു മിനിറ്റ്, റേഡിയോയിൽ കയറട്ടെ. ഇതൊക്കെ ഇവന്റെ ഒക്കെ അണ്ണ സത്യം പറയലണ്ണ. ഞാൻ ഉള്ള കാര്യം പറയണ. ടിവിയ ഗ്യാങ്ങോസ് എന്ന് പറഞ്ഞ ഇപ്പൊ മുതുക്കിയാരാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കൂടുതൽ മുമ്പേ ചന്ദ്രന്ന് വിളിച്ചിട്ട് വിളി പോലും കേട്ടില്ല പട്ടി. മുമ്പേ 2 വട്ടം ചന്ദ്രാന്ന് വിളിച്ചിട്ട് പട്ടി മൈൻഡ് ചെയ്തോളാം. തിരിച്ചെന്നാ വാസണ്ണ എന്തിനാ വിളിച്ച എന്ന് പോലും ചോദിച്ചില്ല. ഇന്നത്തെ ദിവസം ചന്ദ്രനെ ഇഗ്നോർ ചെയ്യണം. എന്ത് പറഞ്ഞാലും ഇഗ്നോർ അങ്ങ്. അതൊക്കെ നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ചന്ദ്രനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അണ്ണന്റെ പകുതി പ്രശ്നങ്ങൾ തീരും. അങ്ങനെയാണെ പുണ്ടെ നിന്നെ ഗ്യാങ്ങിന് എടുത്ത് എന്റെ മൊത്തം പ്രശ്നം തീരും. എനിക്ക് നിന്നെ ഗ്യാങ്ങിന് കളഞ്ഞ മൊത്തം പ്രശ്നം തീരും. അങ്ങനെ ചിലതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, ഞാൻ എന്നേ ചെയ്തേനെ. അന്നിവിടെ ബീപ്പ് കേൾക്കാണ. അതെങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത്? അത് സെറ്റ് ചെയ്യണമെങ്കിൽ കാശ് മുടക്കണം. 10-17,000 രൂപ. പൈസ നമുക്ക് പ്രശ്നമില്ലെന്നാണ് അറിയാം. നമ്മളിപ്പോ ലൈറ്റിംഗ് സെറ്റ് ആക്കി എല്ലാം സെറ്റ് ആണ്. അതെ അതെ. ഇത് മനഃപൂർവ്വം ഇത് മനഃപൂർവ്വം. എടാ കണ്ണാപ്പി ബോബോയ്, ഞാനാണെങ്കിൽ ഇന്ന് ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ സിറ്റിയിൽ വരുന്നില്ലെന്ന് വിചാരിച്ചാണ്. നിങ്ങള് വള്ളി ടീംസിന്റെ ഒരു സന്ദേശം കണ്ടുകൊണ്ടാണ് വന്നത്. സന്ദേശത്തിന് റീസ്റ്റാർട്ട് ഒക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. ആളുടെ വൈഫൈ ഒന്ന് ചെറുതായിട്ട് പറ്റിച്ചാണ് കിട്ടിയ വിവരം. ആണല്ലേ? ചീത്ത പറയുന്നത് നല്ല പേടിയുണ്ട് ആൾക്ക്. എന്തൊക്കെ അറിയണം നിനക്ക്? നിന്നെ ഞാൻ 2 വട്ടം വിളി പോലും കേട്ടിട്ടില്ലല്ലോ. അണ്ണനെ വിളിച്ചില്ല. അണ്ണ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് തന്നെ അവോയ്ഡ് ചെയ്യണം. റോഡിൽ വെച്ച് എന്നെ കണ്ടിട്ട് ഈ പറട്ടേനെ വിളിച്ചു, ഈ മാഫിയ പറട്ടേനൊക്കെ. അണ്ണാ ഈ ഞാക്രൂട്ടില് നീ എവിടോട്ട് ഒരു സൈഡിലോട്ട് പോ. എനിക്ക് മനസ്സിലാവണല്ലോ നീ എങ്ങോട്ടാ. ഇവന്മാരൊന്നും എപ്പോഴും കാണൂല കേട്ടോ അണ്ണാ, നമ്മളെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളെ പഴയതുപോലെ ഒരു മൈൻഡ് ഇല്ല ഇപ്പൊ. ചന്ദ്ര, ഞാനൊക്കെ അവിടെ പന പോലെ എന്നിട്ട് മറ്റേ അണ്ണന്റെ വണ്ടിയില്ലേ, ഈ കൊച്ചു വണ്ടി, ഇതിന്റെ ഫ്രണ്ടില് ഞാൻ മറ്റേ നിറഞ്ഞു എന്നിട്ട് അണ്ണ ചന്ദ്രാന്നൊരു ഞാൻ എന്താണ് നിന്നെ ഇഗ്നോർ ചെയ്യുന്നത്? നീ ഈഗോ ആണെന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനല്ല. നിനക്ക് ബർത്ത്ഡേക്ക് ഒന്നും തരാൻ പറ്റാതെ പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ടാ.
ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇല്ല, റിട്ടേൺ പോയി. നീ തിരിച്ച് നീ വരുത്തില്ലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ഞാൻ ഭയങ്കരമായിട്ട് അണ്ണൻ ബുദ്ധിമുട്ട് എനിക്ക് ഇഷ്ടമല്ല. എടാ ഒന്ന് പോയേടാ, ഒന്ന് രണ്ട് വാണങ്ങൾ ഒന്ന് പോയേടാ. ഞാൻ ഇവിടെ കോലീഡറുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവല്ലടാ, അതിന്റെ ഇടയ്ക്ക് അണ്ണാ അതെ വാസണ്ണ, എനിക്ക് ഈ വള്ളി ടീമിലെ വലിയ മെമ്പർ എന്നാണ് ഈ കണ്ണാപ്പി പറയുന്നത്. കണ്ണാപ്പി ഇങ്ങോട്ട് വന്നാണ്. ആര് വലിയ മെമ്പർ? എടാ എല്ലാരും ഞാൻ കാര്യം പറയാം കണ്ണാപ്പി. ഈ ബോബൊക്കെ എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ മര്യാദക്ക് നല്ലവനായിട്ട് നടന്ന് നല്ല പരിപാടി മാത്രം ചെയ്ത് കുറെ നല്ല കാര്യങ്ങൾ സിറ്റിയിൽ ചെയ്തോണ്ട് നടന്നൊരു പയ്യനാണ്. അവനെ നിന്നെ കൂടി എന്ന് അവൻ എരപ്പനായി അവൻ. എന്നിട്ട് അവനെ നീ ബെഞ്ചിലും ആക്കി. അവനെതിരെ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. അണ്ണാവൻ നാളെ വരുമെന്നോ ഒരു വാക്ക് സംസാരിച്ചില്ല. ചെറുക്കനെ നീ ബെഞ്ചിലും ആക്കി, നീ ലേനപ്പിൽ ഇപ്പൊ കളിക്കുകയും ചെയ്ത് ഊമ്പിത്തരല്ലേ ഇത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ലൈനപ്പിൽ ഉണ്ടാവോ എന്ന് ചോദിച്ചപ്പോഴത്തേന് കണ്ണാപ്പി എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് പേഴ്സണൽ പ്രൈവറ്റ് ആയിട്ട് വന്ന് മെസ്സേജ് അയച്ചിട്ട് അണ്ണാ അവ സിറ്റിയിലൊന്നും കേറത്തില്ല അണ്ണാ, ബെഞ്ചിൽ പോലും ഇടണ്ട, പുറത്തിട്ടേരെ എന്ന് എനിക്ക് മെസ്സേജ് ആയിരുന്നടാ. ഇവനെല്ലാം പാലും പഴവും കൊടുത്ത് ഞാൻ പാമ്പിനെ പോലെ വളർത്തിക്കൊണ്ടുവന്ന എന്ത് ചെയ്യാൻ പറ്റും. ആൾക്കാരൊക്കെ നമ്മള് കുറച്ച് വൈകി പോകണം. ഇവൻ കാരണം ഇപ്പൊ സിറ്റി ഇറങ്ങി വാ എന്ന് പറഞ്ഞാലേ വാ അടിച്ചിരിക്കണം അവന്മാര്. ഞാനിപ്പോ റാൻഡ് ആൾക്കാരോട് സംസാരിക്കാനേ പോകാറില്ല. പോലെ വിട്ട് വടിവാളൊക്കെ എടുത്ത് വിട്ട് ഇന്നലെ മുതുക്കിലാരെ കുത്തിന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടുപേരും മറ്റേ നീ മറ്റേ കണ്ണാപ്പിയുടെ ഗാങ്ങിലുള്ളവനല്ലേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വടിയാണ്. അപ്പഴേ ലീഡറൊന്നും ഇല്ല, ഇപ്പൊ കണ്ണാപ്പിയുടെ ഗാങ്ങിലുള്ളതുകൊണ്ട് അപ്പഴേ കത്തിക്കേ കുത്തു. കേരളത്തില് സ്വർഗരാജ് ഒഴിച്ച് ബാക്കി എല്ലാ സെർവറിലും പെർമനന്റ് ബാനാണ്. ഒരു സിറ്റിയിൽ പോയി അവിടെ പോയിട്ട് അവിടെ നിന്ന് മേടിച്ചു പെർമനന്റ് ബാൻ. വന്ന് പറയുക നമുക്ക് വൈശാലി സെർവർ എന്തുവാ വൈശാലി സെർവറിൽ തൊട്ട് നമ്മൾ അവിടെയാ കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നീ അങ്ങ് തീരുമാനിച്ചു, അവൻ ഒറ്റയ്ക്ക് പോയി കളിക്കട്ടെ, അവൻ ഒറ്റയ്ക്ക് അവൻ പോകണമെന്നില്ല. ഞാൻ ഇനി ഇറങ്ങി പോയി പൈസ എന്താ കിട്ടും, പൈസ ആക്ക് പൈസ എന്താ കിട്ടും. ഒന്നേട്ടോ കൈലാസത്തിലൊന്നും വന്ന് ശിവന്റെയും പാർവതിയും കൂടെ ആർപ്പ് ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല, മനസ്സിലായല്ലോ. ഞാൻ 1.5 മണിക്കൂറാ വീസി ഇരുന്ന അവരാരും വലിച്ചില്ല എന്നെ. ആണല്ലേ, അവർക്ക് മനസ്സിലായിട്ടോ, ഓൾറെഡി പോയി. കണ്ണാപ്പി നിനക്ക് ഇനി കേരളത്തിൽ ഒരു സെർവറിലും വൈറ്റ് ലിസ്റ്റ് കിട്ടത്തില്ല. അല്ലെങ്കിൽ മറ്റേ പയ്യന്മാരൊക്കെ ചെയ്യുന്നത് പോലെ സ്വന്തമായിട്ടൊരു സെർവർ തുടങ്ങി നീ തന്നെ അഡ്മിൻ ആയി. നിനക്ക് നീ തന്നെ FRPക്ക് ഡിസിഷൻ എടുക്കണം. പിന്നെ നിനക്കെതിരെ വരുന്ന ഗാങ്സിനെയൊക്കെ കിക്ക് ചെയ്യാനുള്ള പെർമിഷൻ നിനക്ക് തന്നെ ഉണ്ടെങ്കിൽ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഒന്ന് TV ഒക്കെ കളിക്കുന്ന പോലെ ഓപ്പൺ സെർവറിൽ ഇങ്ങനെ വേറെ ആൾക്കാരുടെ സെർവറിൽ പോയി കളിക്കാൻ എന്തായാലും പറ്റത്തില്ല, മനസ്സിലായോ. സ്വന്തമായിട്ട് സെർവർ തുടങ്ങുക, സ്വന്തമായിട്ട് അഡ്മിൻ ആവുക, ഇഷ്ടമല്ലാത്തവരെ കിക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു സെർവർ തുടങ്ങി നിനക്ക് കളിക്കാം. അതാണ് അതേ പറ്റുള്ളൂ. ഒരു ദിവസം നമ്മള് കൈലാസമല്ല ഹിമാലയ വള്ളി പിടിക്കാത്തതിന്റെ വള്ളി പിടിച്ച് അങ്ങനെ ഒരെണ്ണം തുടങ്ങിയാൽ മതി. വള്ളി അന്തേരി റോൾ പ്ലേ. നിങ്ങൾ ഈ വള്ളി ടീംസിന്റെ ലീഡർ നമുക്ക് അങ്ങനെ ലീഡർ ഞാൻ പോയിട്ട് മറ്റേ കാര്യം ഞാൻ എങ്ങോട്ടാ വരണ്ടേ? ഇവന്മാരെന്തോ വലുത് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ, സത്യം പറയാൻ. അവന്മാർ ഇനി വല്ലതൊക്കെ പ്ലാൻ ചെയ്ത സിറ്റിയുടെ പുറത്താണ്, മനസ്സിലായില്ലേ? കാരണം ഇനി വേറെ കാണുന്നില്ല പ്ലാൻ ചെയ്ത്. സേഫ് സോണിൽ വള്ളി എടുക്കാൻ പോണ സിറ്റിയുടെ പുറത്ത്, സിറ്റിയുടെ പുറത്ത്. ഒറ്റ കാര്യം നിന്നോടൊക്കെ പറയാനുള്ളൂ, ഇന്ന് സേഫ് സോണാ സിറ്റിയില്. ദയവ് ചെയ്ത് അടിയും വഴക്കും ഉണ്ടാക്കരുത്. ഇല്ല ബോബേ, സാധാരണ എല്ലാ സിറ്റുവേഷനും അങ്ങനെയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ചത്ത പിടുത്ത് കിടക്കും, അത് ചോദിക്കാനാണ് ഞങ്ങൾ എന്നും പോന്നെ. അതിനാണ്, മനസ്സിലായോ?
എടാ മാമൻ ബ്രാക്കേജിലെ ബെഞ്ച് വണ്ടി കാത്ത് കിടക്കണേ. ഹത്താണ് വാസണ്ട ഇവന്മാരെ കൊള്ളിക്കണം, അവരെ കൊള്ളിച്ച് പറയാൻ മരിക്ക് മനസ്സിലായില്ലേ? സിറ്റിയിൽ പറയാനൊക്കെ തോന്നും. അതെ ബോബ് ബ്രാക്കറ്റ് അതങ്ങനെയാണ്. അല്ലേലും എന്റെ ദേഹത്ത് ഓടുന്നത് എല്ലാം വള്ളി ടീംസ് മൊത്തം ചത്ത് കടന്നിട്ട് ആണ് എന്റെ ദേഹത്ത് തോടുന്നത് എല്ലാരും. കാരണം നിങ്ങൾ 4 പേര് ചത്ത് കഴിഞ്ഞാൽ പിന്നെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അവനാണ് ഞങ്ങളോട് കഥ പോലും പറയുന്നത്. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ബോബ് വാസോട്ട് ചാവന സമയം കാണും കേട്ടാ. കണ്ണാപ്പി എന്തോ മെസ്സ് ഡയലോഗ് പറയണ. കണ്ണാപ്പി എന്തോ പറഞ്ഞ കേക്കട്ടെ. അല്ലണ്ണ അണ്ണൻ നമ്മൾ വള്ളി ടീംസ് വള്ളി എടുത്ത് മാത്രമല്ലേ അണ്ണൻ കണ്ടിട്ടുള്ളേ അല്ലേ മാമാ? 4 പേര് ഒറ്റയ്ക്ക് അടിക്കുന്ന കണ്ടിട്ടില്ലല്ലോ അണ്ണാ. അതല്ല ഡയലോഗ് മാറിപ്പോയി. ഞാൻ ഒരു കാര്യം ഡയലോഗ് ഒരു 5 മിനിറ്റ് സമയത്ത് നോക്കിട്ട് പറയാം. എന്തിനു പറയാൻ വന്ന എന്നാ ഈ ഇടയായിട്ട് ഏറ്റവും ഡീസന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന സിറ്റിയിൽ ഞാനാണ്. നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ ഞാനാണ്. അണ്ണൻ പറഞ്ഞ് ഞാൻ നിർത്തി. പക്ഷെ ഇപ്പൊ അണ്ണനാണ് വാദോരാതെ തള്ളക്കി വിളി ബഹളം. ഞാനോ? എടാ ചന്ദ്ര, ഞാൻ ശരിക്കും പറയോ ചന്ദ്ര, ഞാനിപ്പോ വളരെ എടാ എനിക്ക് പഴയ കാലത്തിലോട്ടൊന്നും പോകണ്ട. ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഇപ്പൊ എല്ലാവരോടും സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ എല്ലാവരുടെ അല്ല ഇപ്പൊ ഒരു ഗ്യാങ് തന്നെ അടി ഉണ്ടാക്കാൻ വന്നാൽ ഞാൻ അവരോട് ആദ്യം തന്നെ മോനെ എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു ക്ലിപ്പ് മറ്റേ ഇവിടെ തിയേറ്ററിനകത്ത് വെച്ച്, അതായത് തിയേറ്ററിൽ സിനിമ തുടങ്ങണതിന് മുന്നേ കുറച്ച് സമയം കാണത്തില്ലേ, ആ സമയത്ത് നമ്മുടെ ഒരു ക്ലിപ്പ് കാണുമായിരുന്നേ കാറിന്റെ. ഞാനത് പ്ലേ ചെയ്തതും വാസൻ അടിച്ചുകൊണ്ടിരിക്കുക ഫയറിംഗ് ആണ് കേട്ടാ. അണ്ണ ആരോ കൊന്നിട്ട് ഞാൻ തിയേറ്ററിൽ സൗണ്ട് മ്യൂട്ടായി സിനിമ തുടങ്ങി ഒരുമിച്ചായിരുന്നു. കള്ളയ ഓളങ്ങൾ ചാഞ്ചാടും ഇതൊക്കെ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങണ വരെ ആൾക്കാരുടെ കണ്ണിങ്ങനെ എന്റെ മേലായിരുന്നു കുറച്ച് സമയം. ഞാൻ ഒരു കാര്യം പറഞ്ഞ ചന്ദ്ര, അത് ഞാനല്ല, അതൊക്കെ AI ആണ്. എനിക്ക് അത്രയ്ക്കും ദേഷ്യം വന്നാൽ ഞാനിപ്പോ ചെയ്യുന്നത് ഇത് മാത്രമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ അങ്ങ് തീർക്കും എന്റെ ദേഷ്യം. അണ്ണാ ഈ സൗണ്ട് എങ്ങനെ ഇടുന്നത്? ഇത് എന്റെ ദേഷ്യം ഞാൻ ഇങ്ങനെ തീർക്കണേ, മനസ്സിലായോ? ഞാൻ അതിൽ കൂടുതൽ ഞാൻ ആർക്കും ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കാൻ പോകത്തില്ല ചന്ദ്ര, സത്യം പറയാം. അണ്ണാ സൗണ്ട് ഇട്ട് എന്തെങ്കിലും പറഞ്ഞ സൗണ്ട് ഇട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞ സൗണ്ട് ഇട്ടിട്ട് എന്തെങ്കിലും പറയാനോ? കേക്കാവോ? എന്തെങ്കിലും കേട്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. കൊള്ളാല്ലേ? എടാ അതുപോലെ വേറൊരു കാര്യം ചന്ദ്ര വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാങ് ഡ്രസ് ചേഞ്ച് ചെയ്യണം. അണ്ണാ അത് ഞാൻ ഏറ്റു മനസ്സിലായില്ല. അത് ആ സാധന ചെയ്തത് എന്റെ ഡിസൈൻ ആണ്. ബാബു ഞാൻ കാര്യം പറയട്ടെ ബാബു, നമുക്ക് പഴയ ഗ്യാങ് ഡ്രസ് മതി, സിയോണിലെ ഡ്രസ്. എടാ ഒന്ന് അടങ്ങിയടാ, ഒരു പൊടിക്കൊന്ന് താന്നേടാ, ഒന്ന് താന്നേടാ. എടാ അപ്പൊ ആ ഡ്രസ് സിയോണിലെ ഡ്രസ്സാണ് ഇതോടെ നമ്മുടെ ഡ്രസ്. ഞാൻ ഇവിടെ എല്ലാവർക്കും കുറെ പേർക്കുണ്ട് ഇവിടെ. നമുക്ക് ആ ഡ്രസ് കൊണ്ടുവന്നാൽ മതി. അത് നാളെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല എനിക്കൊന്ന് അവിടെ റിക്വസ്റ്റ് എടുക്കണ്ടേ കളർ സെറ്റ് ആക്കാം. ഓക്കെ, അത് സെറ്റ് ആക്കിയിട്ട് ഫയൽ മാറ്റി കൊടുത്തരാം. നമുക്ക് ആ ഡ്രസ് മതി, അതാണ് വിഷയം. സെയിം കളർ കോമ്പോ അതിനകത്ത് ഒരു ആൾട്ടർനേഷൻ വരുത്തുണ്ടോ? ഒന്നും പുതിയതായിട്ട് ഞാൻ പറയട്ടെ, ഇനി പുതിയതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് ഞാൻ പറഞ്ഞാൽ, ഗ്യാങ് ഡ്രസ് പുതിയതിന് തയ്ക്കാൻ കൊടുത്തു, തയ്ക്കാൻ കിട്ടിയില്ല 1 മാസം. ഗ്യാങ് ഡ്രസ് വീഡിയോയുടെ പുതിയ റിവീൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സുനിമോന്റെ കൊടുത്തു, സുനിമോൻ ചെയ്തില്ല 1 മാസം. 2 മാസം അങ്ങനെ പോകും. അതുകൊണ്ട് ഒന്നും വേണ്ട, വെറുതെ ഗ്യാങ് ഡ്രസ് കൊടുക്കുക, മാറ്റിയിടുക. ഒരു വട്ടം നമ്മൾ അതിന്റെ എല്ലാം കൊണ്ടുവന്നതാ. മാത്രമല്ല ഗ്യാങ് ഡ്രസ് മാറ്റണേ ചന്ദ്രു വേറെ ഉപയോഗമുണ്ട്. ചന്ദ്രു ഗ്യാങ് ഡ്രസ് മാറ്റണേനാ വേറെ ഉപയോഗമുണ്ട്. അഥവാ 2 വാരം കാലം തോറ്റ് കഴിഞ്ഞാൽ ഗ്യാങ് ഡ്രസ് മാറിയോണ്ടാണ് നമുക്ക് പറയുകയും ചെയ്യാം. ഏത് നേരത്തെ സ്ട്രീക്കിലാണ് നമ്മൾ, മനസ്സിലായ? കൊണച്ചവന്മാർക്കൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വാറൊന്നും കണ്ടിട്ടുണ്ടാവില്ല. എങ്ങനെയാ ടി വി കളിച്ചതെന്നൊന്ന് കണ്ടു നോക്കിയാൽ മതി.
മുള്ളി ഞാനും ടിവിയിലുള്ള എനിക്കറിയാം ഞാൻ ചുമ്മാ ഒരു പഞ്ചിന് പറഞ്ഞത്. ഇത് എന്തിനു മുമ്പേ വർത്താനം നീ പറഞ്ഞത്? തോക്കുന്ന കാര്യം ഇവിടെ പറയണ്ട നമ്മള് മുള്ളി, ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഇത് വേറെ പേര് മനസ്സിലായി. ഇപ്പോഴും നിങ്ങൾക്ക് കുറെ ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. വണ്ടി അങ്ങനെ പറയാം. ഇത് ചന്ദ്രന്റെ വണ്ടിയല്ല ഇത്. മുള്ളി എടുക്കും മുള്ളി പ്ലീസ്. ഞാൻ കയറിയിരിക്കാം. അവസ്ഥ ഉണ്ടോ? ഇതാണ് ബോബോ ഞാൻ പറഞ്ഞത് നിന്റെ അടുത്ത് കുറച്ച് ഒരു വണ്ടിയില് എടാ നായകൻ ഫ്രണ്ടിലിരിക്കാം. നല്ലൊരു ബസ് വിളിക്കാറ് ഞാൻ പറയട്ടെ എന്തോ പരിപാടി എങ്ങോട്ടാ പോകണ്ടേ? നമ്മൾ ആദ്യം ഡ്രസ് ഷോപ്പ് പോകുന്നത്. ഡ്രസ് ഷോപ്പ് അവിടുത്തെ ഡ്രസ് ഷോപ്പിൽ പോകണ്ട. അവിടെ പോയാൽ ഇല്ല വേറെ സമാധാനമുള്ള സാൻഡി വല്ലതും പോ. സാൻഡി പമ്പിന്റെ അടുത്ത് ഡ്രസ് ഷോപ്പിൽ പോവാം. പദവീക്ഷയാണ് ദിവസം പദവീക്ഷയാണ്. രണ്ട് കസ്റ്റം അണ്ണ അവിടുത്തെ അടിച്ചു കൊന്നോട്ടോ അണ്ണ. ഞാൻ അടിച്ചു വന്നൊന്നുമില്ല. അണ്ണാ വള്ളിയില്ല നമ്മള് ഇങ്ങനെ പിന്നെ അങ്ങനെ എസിന്റെ അവിടുന്ന് റൈറ്റിലൊരു ഡ്രസ് ഷോപ്പ് ഉണ്ട്. ഇന്ന് നമ്മൾ പറയുന്ന വേഷമായിരിക്കും ഇത് കൊള്ളൂല്ലേ? ചിലപ്പോ മീശയൊക്കെ വെക്കാൻ പറയും. ഇന്ന് മൊത്തം അണ്ണൻ നമ്മളായിട്ട് മാറുവാണ്. ഇന്ന് നമ്മളാണ് അണ്ണങ്ങ് ചെയ്താൽ മതി. ഓ ചന്ദ്രനും ബാബുഷനും എല്ലാരും മാറണം കേട്ടോ. എല്ലാരും കേൾക്കുന്നില്ല. വാസന പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളുടെ കൂട്ടത്ത് ഓവർ കഴപ്പ് കാണിക്കത്തില്ലേ? അതായത് അൺവാണ്ടഡ് സിറ്റുവേഷൻ എടുക്കുക, അലമ്പ് ഒരു കാര്യം പറയട്ടെ അടങ്ങ് പുണ്ടച്ചി. അണ്ണാ അതായത് നമ്മള് ഈ ബെഞ്ച് നമ്മള് സസ്പെൻഷൻ ഇതിലെടുത്തില്ലേ, ആ ഇവന്മാരൊക്കെ നമ്മള് TV എന്ന് പറയുന്ന സെർവർ, TVയുടെ ഒരു സെർവർ അങ്ങ് തുടങ്ങണം നമുക്ക്. അതെ 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 സത്യം. എന്നെ എവിടെ ഇറക്കണം? ഈ പുണ്ടച്ചോടെ ഞാൻ പറഞ്ഞില്ല. പരസ്പരം എന്തെല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ട് അണ്ണാണ് എന്തെങ്കിലും പറ. ഞാൻ നമ്പർ പറ. അതറിയില്ല. പിന്നെ നിനക്കൊക്കെ ഞാൻ ഇനി കണ്ടുപിടിക്കാൻ ഇവിടെ നമ്പർ പറഞ്ഞുതരാം. വേറെ എവിടെയെങ്കിലും ഡ്രസ് മാറാൻ നല്ലത്. ഇവന്മാരൊക്കെ നോക്കി ഒന്ന് മാറി ഡ്രസ് മാറാത്തമാർ അടുത്തൊന്നും മാറിക്കും. എന്നെ കാണുന്നില്ല എനിക്ക്. ഫ്രണ്ട് കേറി നിക്കണ ഇത് ആരാണിത്? ഇത് ഒന്ന് മാറ. സാൻഡ്രോ എത്ര ദിവസം കണ്ടിട്ട് കണാബി ഏതാണ്? 348 എന്താ പാന്റോ? അയ്യോ അല്ല 348 അത് കയ്യിലിട്ടാ മതി. ഏത്? 348 ഏതാണ്? ലെക്സ് 348. എന്നിട്ട് ജാക്കറ്റ് അണ്ണ സേതുന്റെ ടീഷർട്ട്. ഹലോ സേതുന്റെ ഷർട്ട് അതിപ്പോ പറഞ്ഞുതരാം. 348 ലെഗ്.
കളർ മാച്ച് ഇതാണോ ഓണപരിപാടിക്കല്ല നമ്മള് പോകുന്നത്. ലെക്സിന്റെ കളർ മാറ്റ്. ഫ്രണ്ടിൽ മാറിക്കണം മാമ, ഫ്രണ്ടിൽ മാറിക്കണം. ഷർട്ട് പോവാ മാമ. അണ്ണന് ഇഷ്ടമുള്ളൊരു കളർ ഇട്ടോ, അണ്ണ ഒരു വെറൈറ്റി ഇട്ടോ. നമ്മളെല്ലാം റെഡ് ആയിരുന്നു, അണ്ണ ഒരു വെറൈറ്റി ഇട്ടോ. അല്ല ഞാൻ ബ്ലാക്ക് ഇട്ടോളാം. ഷർട്ട് ഏതിടണം? ഷർട്ട് ഞാൻ തപ്പ ഷർട്ട് തപ്പ. എന്തോ വലിയ പരിപാടിക്കാണ് സത്യം പറയാലോ. ഇന്ന് എന്തോ വലിയ പരിപാടിക്കാണ് ടീഷർട്ടല്ലേ ഷർട്ടാ? ടീഷർട്ടാണ്. ആണോ? 800 ഡ്രസ് കോട്ടിട്ടാണ് എന്താ കറക്റ്റ് ലുക്കുണ്ട്. എന്താ കാണാൻ എങ്ങനെയുണ്ട് കോട്ട ഇട്ടാ? നല്ല നല്ല രസമുണ്ട്. എറിയ കവറി കെട്ടി ഞാൻ കുനിഞ്ഞിരുണ്ടേ. എന്നോട് സിറ്റിയിൽ ഏറ്റവും സഭ്യമായി സംസാരിക്കുന്നത് ഇവനാണെന്ന് പറഞ്ഞതാണ്. കുറച്ചു മുമ്പേ നമ്മളൊരു സംഭാഷണത്തിൽ പറഞ്ഞു ഇവ അങ്ങനെയൊന്നും പറയാറില്ല എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അയ്യോ കൂടുതലാരെ പറയേണ്ട ഒരു കുഴപ്പമില്ല. കാരണം അർഹിക്കുന്നുണ്ട്, കണ്ണാപ്പിയൊക്കെ അർഹിക്കുന്നുണ്ട് അല്ലേ ബോബേ? തിരിച്ചു പറയില്ലെന്നുള്ള വിശ്വാസം. എടാ ഷർട്ട് ഏതാണോ ഒന്ന് പറയടാ. ഇതൊക്കെ സെറ്റ് വെക്ക. നീ ഇതിനൊക്കെ എന്തോ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞേ. തലേക്കെട്ടൊക്കെ വെച്ച തലേക്കെട്ട് വെക്ക്. തലേക്കെട്ട് മറ്റേ അത് അണ്ണാ അതെന്തായിരുന്നു? ഹെഡ് മാസ്ക് ആണോ ചന്ദ്ര? തലേക്കെട്ടിന്റെ ഏതാ? നിനക്ക് സമയം കൊണ്ട് എന്റെ അടുത്തൊക്കെ ചോദിച്ചാ പറയണ എന്തിനു വേണോടാ നീ? ബോബോയ് ടീമപ്പായല്ലേ? തലേക്കെട്ട് പറഞ്ഞോട്, തലേക്കെട്ട് പറഞ്ഞോട്. ചന്ദ്രു അണ്ണാ 28 കേട്ടാ. 16 ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്. നമ്മള് പറഞ്ഞില്ലേ ഹെൽമെറ്റ് അല്ലേ? എടാ ഹാറ്റ് ആൻഡ് ഹെൽമെറ്റ് അല്ലേ? അതന്നെ 28 ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ ഇട്ടെ. ചന്ദ്ര ഇല്ലല്ല വരുന്നില്ല. 28 വരുന്നില്ല. വരുന്നില്ലേ ഈ ചന്ദ്രൻ? ഈ അണ്ണാ ഹെൽമെറ്റ് സെക്ഷനിൽ തന്നെ ഏതെങ്കിലും നല്ല ഒരെണ്ണം കാണും. ഓക്കെ എനിക്ക് ഹെൽമെറ്റ് ഒന്നും പറഞ്ഞു പോയതാ പറ്റിക്കേ. അണ്ണാ അതെന്ത് ഹെൽമെറ്റ് ഒന്നും കാണിക്കാതെ? അറിഞ്ഞൂടാ. ഹെൽമെറ്റ് ആദ്യത്തെ 2-3 കാണിക്കുന്നുള്ളൂ. കാണിക്കുന്നുള്ളൂ ഇതൊക്കെ കാണിക്കുന്നുള്ളൂ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോ വരുമല്ലേ? കുറച്ച് അങ്ങോട്ട് പോകുമ്പോ വരും. 200 ഒക്കെ വരും, അങ്ങോട്ട് വരും. 200 തലേക്കെട്ട് തലേക്കെട്ട് തലേക്കെട്ടുണ്ട്. ഞാൻ ഇപ്പൊ എടുത്തരാം അണ്ണാ. വെയിറ്റ്, നീ എന്നാ കണ്ടുപിടിച്ച തലേക്കെട്ട് ഏതാണ്? അണ്ണാ ഷിമ്മി എടുത്തോ. ഷിമ്മി ഇട്ടാ പോരെ ഷർട്ടിന് വരാം. ഇത് നോക്ക്. നീ എന്ത് പോലീസാ? എന്താ ഇത്? ചന്ദ്ര തലേക്കെട്ട് എത്രയാന്ന് പറഞ്ഞാടാ. എനിക്ക് ഇത് 28 വരുന്നില്ല. മാസ്കിലാണോ? അതാണ് ഞാൻ എന്ത് ചെയ്യണം? ചെരുപ്പ് പറഞ്ഞാടാ. ഈ കണ്ണാപ്പിയാണ് എന്നെ തെറ്റിച്ചത്. ഹലോ മാസ്ക് 28. അതിങ്ങനെ കടിക്കാം. ബോബോയുടെ സ്പേസിലാ പോന്നെ. ഇതാരാണ്? ഇതാരാണ് ഇത്? ചന്ദ്ര ഷർട്ട്. ബോബോയ് കുറച്ചുകൂടി കണ്ടാ? ചന്ദ്ര ഷർട്ട് പറഞ്ഞേ. കുറച്ചുകൂടി ചന്ദ്ര ഷർട്ടടാ. ഇത് വേണ്ട ഷർട്ട് പറ. ഞാൻ പറഞ്ഞുതരാം. ബ്ലാക്ക് ഉണ്ട് വിഷയം. ജാക്കറ്റ് 40. അണ്ണാ 737. കണ്ണാപ്പി 37. ടീഷർട്ട് മാറ്റണം എന്റെ.
ടീച്ചറിന്റെ 15 ഇട്ടോ ഷർട്ട് 15 ഇട്ടോ ഷർട്ട് 15. ഓ 15 ഒരു മിനിറ്റ് മാമാ അവിടെ തലേ കെട്ടത്തറ 28 നീ അങ്ങ ഒസ്തല്ലേ കണ്ണാടി കൂടെ കണ്ണാടി ഇത് മതി, കണ്ണാടി കണ്ണാടി ഇത് മതി. 28 അനക്ക് ഇത് തെങ്ങേറപ്പുന്ന എന്താ തെങ്ങാണ് ഇത് നേരെ തെങ്ങേറാൻ പോവാ ഒസ്തല്ലേ അളിയാ ഈ തലേ കെട്ടുന്നു പറഞ്ഞു തരും ആരെങ്കിലും. 28 മുതുവാണ് 28 മാസ്കിൽ 28 ആണോ ഞാൻ ഇത് ഫയർഫോഴ്സ് കയറാണ്. വെള്ളം അടിക്കട്ടെ വായിലോട്ട്. മുള്ളി അങ്ങനെ വർഷത്തിലൊരിക്കൽ കളർ ഡ്രസ് ഇടാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. മുള്ളി ഇവന്മാരെന്തോ വലുത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണ കേട്ടാ. മുള്ളി സത്യം വലിയ എന്തോ സംഭവമാണ് മുള്ളി. എനിക്ക് തോന്നി നമ്മളെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കാൻ കൊണ്ടുപോകണവരുണ്ട്, തലയിക്കെട്ടൊക്കെ വെച്ചുണ്ട്. ഒരു ചെയിൻ ഇടണമല്ലോ, ഒരു ചെയിൻ കൂടെ ഇട്ടിട്ട് വരാം. അങ്ങനെ ചെയിൻ ഏതാണ് ഇതിനകത്ത്? എടാ ഞാൻ അടിച്ചു പോയോ? ചെയിൻ എവിടെയാ? ചെയിൻ പ്രോപ്സിലാണോ? എടാ ജസ്റ്റ് ഒന്ന് മാറിക്കോടാ, ഒന്ന് മാറിക്കോടാ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നീ ഒന്ന് മാറിയാ, നീ ഒന്ന്. ചെയിൻ ഡെക്കൽസ് ആണോ? അല്ലല്ലോ, ബ്രേസ്ലെറ്റ് ആണോ? ബ്രേസ്ലെറ്റ് ആണോ? ബ്രേസ്ലെറ്റ് ആണോ? ചെയിൻ സ്കാർഫ് ചെയിൻ എന്റെ പൊന്നെ, സ്കാർഫ് ആൻഡ് ചെയിൻ അങ്ങനെ ഒരു സാധനം എനിക്കില്ല കേട്ടോ. രണ്ടാമത് പറഞ്ഞ പോലെ രണ്ടാമതൊന്ന് എടാ എനിക്കൊന്നുമേ വരുന്നില്ല. വേണ്ട ബാക്കടി ആ ഡ്രസ് ബാക്കടി ബാക്ക് ഇതാ അതല്ല വേറെ ഒരെണ്ണം. അത് പോയി ഇനി പറഞ്ഞുതരാം വയ്യ എനിക്ക്. ഇതാ ഓ നീ എല്ലാം ഇട്ട് നോക്കടാ, തുണിയില്ല എന്നിട്ട്. ജാക്കറ്റ് 826 ഞാൻ ചെരുപ്പിട്ടോ, ചെരുപ്പ് ഷൂ മാറ്റിട്ട്. ഇനി പാറയിലാണ് കളികൾ. ആര് കളി? എന്ത് കളി? കണ്ണാപ്പി കളിക്കാനേ ഉണ്ടല്ലോ, ഞാൻ അടിച്ച് വലിച്ചും കീറും. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒന്ന് മാറി ചെരുപ്പ് കാണുന്നില്ല, ചെരുപ്പ് കാണുന്നില്ല. മുല്ലപ്പെരിലോട്ടെ കായംകുളം പോവോ? ഇല്ല എടാ ഒന്നും ഫ്രണ്ടിൽ നിന്ന് ഈ ബ്രേസ് ഇട്ടേക്കുന്നത് ആരാ? ഫ്രണ്ടിൽ എന്റെ ഫ്രണ്ട് ഇരിക്കുന്നേ. കണ്ണാപ്പി ഒന്ന് മാറിയില്ലടാ. എടാ കണ്ണാപ്പി, എടാ ഫ്രണ്ട് നിക്കുന്നൊന്ന് മാറിയടാ. ഹലോ എന്റെ അടിച്ചു പോയെന്ന് തോന്നുന്നു കേട്ടാ. ആ കിട്ടി. ഇത് ലെഗ്സ് ചുമന്ന ചേരും. വേറെ ഓക്കെ സേവ്. ഹലോ കേൾക്കാവോ ഞാൻ പറയുന്നത്? ഹലോ എൻ്റെ ഇത് കത്തി. ഹലോ കേക്കാവോ ഞാൻ പറയുന്നത്? കേക്കാവോ? ഹലോ പയ്യൻ പണി തുടങ്ങി.
കറാച്ചി ഫോർ എ റീസൺ ബ്രോ. നെറ്റ്വർക്കിന്റെ ആണടാ, അത് മനസ്സിലാക്ക്. എടാ എന്റെ കാല് കാണുന്നില്ലടാ, എന്റെ കാല്. ഹലോ കേക്കാവോ ബ്രോ? എടാ എനിക്കിതാ എന്റെ ഈ ബട്ടൺ ഞെക്കുമ്പോ താഴെ ഇത്